ഈ വിദേശത്തേക്ക് പോകുന്ന അതിനെക്കുറിച്ചൊക്കെയാണ് മുരളീധരന്മാർ കൂടി പറയുന്നത്. ഈ ഇവിടുന്ന് എല്ലാവരും ഈ പ്രവാസികളാവും, ഇവിടുന്ന് എല്ലാവരും വിട്ടുപോകുന്നു, അങ്ങനെ പല കാരണങ്ങളാണ് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ വില കുറയാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് പറയുന്നത്. ഇതൊക്കെ ഒരു പ്രതിഭാസങ്ങളാണ്. ഒരു കാലത്ത് അങ്ങനെ പ്രവാസങ്ങൾ കൂടും, യൂറോപ്പിലോട്ടും കാനഡ അങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കൊക്കെ പോകും. ചിലവർ അവിടെ പച്ച പിടിക്കും, ചിലവർ തിരികെ പോരും. അതൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ ഒരു രീതികളാണ്. അതെല്ലാ കാലത്തും ഉണ്ട്. പണ്ട് കാലത്ത് ശ്രീലങ്കയിലും ബർമയിലും പേർഷ്യ അങ്ങനെ പല സ്ഥലത്തേക്ക് പ്രവാസികളായിട്ട് ഇവിടുന്ന് ആളുകളൊക്കെ പോയി. എല്ലാവരും അങ്ങോട്ട് പോയില്ല, അവരൊക്കെ കുറെ പേര് തിരികെ വന്നു. അതുപോലെ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. അത് ഓരോ സമയത്തൊരു പ്രതിഭാസങ്ങളാണ്. ആളുകൾ ഒരു പ്രത്യേക ആളുകളിൽ ഒരു പ്രത്യാശ, അവിടെ പോയാൽ രക്ഷപ്പെടും എന്നുള്ളൊരു ഇത് അത് എല്ലാ കാലത്തും ഉണ്ട്. അതും പറഞ്ഞ് കേരളം ഇട്ടിട്ട് മൊത്തം കേരളം അടച്ചു കൂട്ടിയിട്ട് ഇവിടുന്ന് എല്ലാവരും കൂടി യൂറോപ്പിലോട്ടും കാനഡയിലോട്ടും മറ്റു പല രാജ്യങ്ങളിലോട്ടൊക്കെ പോകും എന്നൊക്കെ പറയണത് അതൊക്കെ വാസ്തവമാണ്. അതൊക്കെ ഒരു സീസണിൽ അങ്ങനെ പോകും. കുറെ പേര് ഇത് ചെയ്യും, കുറെ പേര് തിരിച്ചു വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, തിരിച്ചു പോരും, അവിടെ പച്ച പിടിക്കാത്തവർ ഇങ്ങോട്ട് പോരും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് മുരളീധരന്മാരോട് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അയാൾ പറയുന്നതിൽ ഈ കാര്യത്തിൽ യാതൊരുവിധ അടിസ്ഥാനമില്ല. അതിങ്ങനെ കേരളം ഡെവലപ്പാവും, ഇന്ത്യ ഡെവലപ്പാവും. ഇനി ഡെവലപ്പ് ആകാനിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അത് ഉറപ്പായിട്ടും ഡെവലപ്പ് ആകും. ഇപ്പൊ എത്രയോ ഡെവലപ്പായി. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് 1970 പോലെയാണോ ഇന്ത്യ ഇന്ന് ഈ 2025? അപ്പൊ അതുപോലെ ചൈന അതുപോലെ ഡെവലപ്പായൊരു രാജ്യമാണ്. അതുപോലെ എത്ര രാജ്യങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളം ഡെവലപ്പ് ആവും. അപ്പൊ അത് ഡെവലപ്പ് ആകുമ്പോൾ അതിനനുസരിച്ച് റിയൽ എസ്റ്റേറ്റും ഈ സ്ഥലത്തിന് വില കൂടും. അപ്പൊ അങ്ങേര് എത്ര വലിയ നിരീക്ഷകനായാലും ഈ കാര്യത്തിൽ അങ്ങേര് പറയുന്നതോട് യാതൊരു യോജിപ്പും ഇല്ല. അങ്ങേര് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. എത്ര വലിയ നിരീക്ഷകനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ശരി, പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ നമ്മൾ വിളിച്ചു പറയും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ മുരളീധരന്മാർ കൂടി പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സ്ഥലങ്ങളൊക്കെ വേഗം വിറ്റഴിക്കുക, സ്ഥലങ്ങളുടെ പ്രാധാന്യങ്ങളൊക്കെ നഷ്ടപ്പെടും, ഭാവിയിൽ ഭൂമിയുടെ വില കുറയും എന്നൊക്കെയാണ് മുരളീധരന്മാർ കൂടി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ശരിയല്ല. അദ്ദേഹം ഏത് വിധത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഭൂമിയുടെ വില കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ, അത് യാതൊരു തരത്തിലും കുറയില്ല. കൂടാതെ ഇപ്പോൾ ഇങ്ങനെ കണക്ടിവിറ്റി ഒക്കെ റെഡിയായി വരികയാണ്. ഇപ്പോൾ 66 അതുപോലെയുള്ള റോഡുകളൊക്കെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യ പലതരത്തിലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഡെവലപ്പ് ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായ ഇന്ത്യയുടെ സംസ്ഥാനമായ കേരളവും ഡെവലപ്പ് ആവും. അപ്പോൾ ഇവിടെ സ്ഥലത്തിന് വില പഴയ ഭൂമി പോലെ പെട്ടെന്ന് അങ്ങോട്ട് കൂടൂല. 2004 ആ ഭൂമൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. പക്ഷേ മെല്ലെ സ്ഥലത്തിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും കുറയില്ല. മുരളീധരന്മാരോട് പറഞ്ഞത് തീർത്തും തെറ്റാണ്. അതിനകത്ത് യാതൊരുവിധ അടിസ്ഥാന ഇതുമില്ല.